Hello friends, Technique മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. പോക്കോന്റെ C85 5G എന്നൊരു ഡിവൈസ് ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് അറൗണ്ട് 15,000 റുപ്പീസിന് താഴെ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ 5G ഫോണാണ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിശദമായി പറയാം. അഗെയിൻ പോക്കോന്റെ ഒരു ബഡ്ജറ്റ് ഡിവൈസ് നിലയ്ക്ക് അത്യാവശ്യം നല്ല പ്രൈസിംഗ് ഒക്കെ വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ അൺബോക്സിംഗ് ചെയ്യുന്ന സമയത്ത് പ്രൈസിംഗ് അനൗൺസ്ഡ് അല്ല, എന്നാലും നമ്മൾ പ്രൈസിംഗ് കിട്ടുമ്പോൾ തന്നെ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പോക്കോ C85 ഇതിന്റെ ക്വിക്കായ ഒരു അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷനും എന്തൊക്കെയാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് എല്ലാം തന്നെ വിശദമായി പറയാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് അൺബോക്സ് ചെയ്ത് തരാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് പോക്കോ C85ന്റെ ബോക്സ് പാക്കേജ്. C85 5G എന്ന് എഴുതി കാണാം. ഇവിടെ ബോക്സിന്റെ ബാക്കിൽ ക്വിക്ക് സ്പെസിഫിക്കേഷൻ കാണാം. 6000 mAh ബാറ്ററി, 33 watt ചാർജർ ഇൻക്ലൂഡഡ്, 10 watt റിവേഴ്സ് വയേർഡ് ചാർജിങ്, അതേപോലെ 6.9 inches ഡിസ്പ്ലേ ആണ്, ലാർജ് ഡിസ്പ്ലേ. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. മീഡിയാടെക് ഡിമെൻസിറ്റി 6300 5G ചിപ്പാണ്. 50 MP ഡ്യുവൽ ക്യാമറ, 8 MP സെൽഫി ക്യാമറ, IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അതേപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഷവോമിന്റെ ഹൈപ്പർ OS ആണ് വരുന്നത്. 6GB റാമും 128GB സ്റ്റോറേജും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയന്റ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ് പറയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് കിട്ടുന്നത് പോക്കോ C85 ആണ്. ഇതിനകത്ത് നമുക്ക് ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. അതേപോലെ ഒരു മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ ആണ്. സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇതല്ലേ നമ്മുടെ സാധാരണ കിട്ടുന്ന കേസാണ്. അതുകൂടാണ്ട് നമുക്ക് ഇതിനകത്തൊരു സിം ഇജക്റ്റ് പിന്നും കാണാം. പിന്നെ ഒരു 33 വോട്ടിൻ്റെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു USB Type-C ചാർജിങ് ഏബിൾ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ കാണാം ഒരു ഡ്യുവൽ ഫിനിഷാണ്, എന്നാൽ സെയിം കളറാണ്, ഒരു ഡ്യുവൽ ടോണാണ്. ഇവിടെ നമുക്ക് ഒരു എൻഗ്രേവ് ലോഗോ മാതിരി കാണാം, പക്ഷേ എന്നാൽ നോർമൽ ലോഗോ ആണ്. പോക്കോ എന്ന് എഴുതി കാണാം. ഒരു ഷാഡോ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 5G എന്നതാണ്. ഇവിടെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒരു പ്രൈമറി 50 MP ക്യാമറയാണ്. LED ഫ്ലാഷ് കാണാം. അതേപോലെ മുകൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ട്സിൽ ഇവിടെ സിം ട്രേ കാണാം. പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഇത് തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം. 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഒരു USB Type-C പോർട്ടും കാണാം. സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ബഡ്ജറ്റ് ഡിവൈസ് ആണ്. അപ്പോൾ എഗെയിൻ സാധാരണ പല ബഡ്ജറ്റ് ഫോണിലും സിംഗിൾ സ്പീക്കർ തന്നെയാണ് വരാറ്. ഇവിടെ നമുക്ക് പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിവൈസാണ്. കുഴപ്പങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ മെറ്റീരിയൽ ഫിനിഷും നല്ലതാണ്. നല്ല സ്മൂത്ത് മെറ്റീരിയൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തിക്നെസ് പറയുകയാണെന്ന് വെച്ചാൽ 7.9 ആണ് തിക്നെസ് വരുന്നത്. അറൗണ്ട് 211 grams ആണ് വെയിറ്റ് വരുന്നത്. ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കൊള്ളാം, എന്നാൽ ലാർജ് ഡിവൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.9 inches ആയതുകൊണ്ട് തന്നെ നല്ല ലാർജ് ഡിവൈസാണ്. എന്നാലും വലിയൊരു വെയിറ്റും തോന്നുന്നില്ല. കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 6.9 inches ആണ്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണാം. അതേപോലെ താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി ഓൺ ദ ലാർജസ്റ്റ് സൈഡാണ്. അഗെയിൻ ബഡ്ജറ്റ് ഡിവൈസാണ്. എന്നാൽ സൈഡ് ബെസൽസ് കുഴപ്പമില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. അതൊരു പഞ്ച് ഹോളായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഏറെക്കുറെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമുക്കിവിടെ കളർ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലേ 120 Hz ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കളർ ഓപ്ഷൻസ് ആണ്. നമുക്ക് വിവിഡ്, സാച്ചുറേറ്റഡ്, സ്റ്റാൻഡേർഡ് കളേഴ്സ് ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. മൂവീസൊക്കെ വാച്ച് ചെയ്യുന്നതൊക്കെ ലാർജ് ഡിസ്പ്ലേ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും വാട്ടർ ഡ്രോപ്പ് നോച്ചിന് പകരം പഞ്ച് ഹോൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. എന്നാലും ഏറെക്കുറെ പ്രൈസ് സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അല്ലാതാണ്. ടച്ച് റെസ്പോൺസ് ഉണ്ടല്ലേ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. കളേഴ്സും അത്യാവശ്യം കുഴപ്പമില്ല. എന്നാൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ എന്നുള്ളത് പ്രോബ്ലി ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ഫുൾ HD പ്രൈസ് സെഗ്മെന്റിൽ പല ഫോൺസിലും ഉണ്ട്. എഗെയിൻ ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ളതിലേക്ക്, ബഡ്ജറ്റ് 5G ഡിവൈസ് എന്നുള്ളതിലേക്ക് ഏറെക്കുറെ നമുക്ക് അതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഹൈപ്പർ OS ആണ് വരുന്നത്. എഗെയിൻ ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 16 ഇല്ല, ആൻഡ്രോയിഡ് 15. അതേപോലെ ഹൈപ്പർ OS 2.0 ആണ്. 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് വരുന്നത്. ഇതിൻ്റെ
പ്രോമിസ്ഡ് ആയത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ല, നമുക്ക് അത്യാവശ്യം നല്ല പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ലോക്ക് സ്ക്രീൻ സ്റ്റൈലൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ ഐക്കൺസ്, ഫോൺസ്, ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലോട്ട്വെയർസ് ഒരുപാടുണ്ട്. അപ്പോൾ ടിപ്പിക്കൽ എല്ലാ UI പോലെ തന്നെ നമുക്ക് ബ്ലോട്ട്വെയർസ് ഉണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. കുറേ ഗെയിംസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഇതെല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല UI എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്യണമാണ്. ഒരു 10-15 മിനിറ്റിനകത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോട്ട്വെയർസ് ഒബ്വിയസ്ലി നമുക്ക് കളയാൻ പറ്റില്ല. അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എല്ലാ ബ്രാൻഡ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലും ഇൻക്ലൂഡഡ് ആണെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. HyperOS 3.0 അല്ലെങ്കിൽ Android 16 കൊടുക്കാമായിരുന്നു. എഗെയിൻ ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ടുള്ള ഒരു ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമെങ്കിൽ നമുക്ക് അടുത്ത് പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു, ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞു. നല്ലൊരു ക്വാളിറ്റിയിലെ ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് ആണെന്നുള്ളത് ഒരു പ്രോബ്ലം ആണ്, എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഡിസ്പ്ലേ, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞു. HyperOS ആണ് വരുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 വർഷം സെക്യൂരിറ്റി പാച്ചും ഉണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വരാം. Dimensity 6300 ചിപ്പാണ് വരുന്നത്. LPDDR4X റാമും അതേപോലെ UFS 2.2 സ്റ്റോറേജും ആണ് വരുന്നത്. Dimensity 6300 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ചിപ്പാട്ടോ, നല്ലൊരു കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ചിപ്പാണ്. അറൗണ്ട് 4.5 ലക്ഷമൊക്കെയാണ് അതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു പെർഫോമിംഗ് ചിപ്പാണ്. ഇൻഫാക്ട് നമ്മുടെ ഡേ ടു ഡേ യൂസേജിലൊന്നും ലാഗ് ഒന്നും കണ്ടില്ല. ഡെഫിനറ്റ്ലി നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ചിപ്പ് കൂടിയാണ്. അപ്പോൾ ആ കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം നല്ല ഹാർഡ്വെയർ ആണ്. അതേപോലെ തന്നെ Dimensity 6300 നല്ലൊരു പെർഫോമിംഗ് ചിപ്പ് കൂടിയാണ്. അതേപോലെ ഇതിനകത്ത് 4GB റാം ഉണ്ട്, 6GB റാം ഉണ്ട്, 8GB റാം ഉണ്ട് എന്നുള്ള എൻ്റെ ഓർമ്മ. കൈഡും 6GB ആൻഡ് എബോവ് റാം എടുക്കുകയാണ്. 120GB സ്റ്റോറേജ് ആണുള്ളത്. 4GB റാം പ്രോബ്ലി നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആവാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യാം 6GB അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വേരിയൻ്റ് എടുക്കുകയായിരിക്കും. 120GB ആണ് സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാര്യമായ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ സിംഗിൾ മോണോ സ്പീക്കറാണ്. 200% വോളിയം ഉണ്ട്. വോളിയം കുഴപ്പമില്ല, എന്നാലും മോണോ സ്പീക്കറാണ്. ബഡ്ജറ്റ് ഡിവൈസിൽ ഒരുപാട് എണ്ണത്തിലൊന്നും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല. അപ്പോൾ ഇതിലും നമുക്ക് അത്രയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, അതായത് നല്ല ലൗഡാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അതാണ് സ്പീക്കറിൻ്റെ പെർഫോമൻസ്. പിന്നെ 5G ബാൻഡ്സ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിലൊന്നും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഒരു 50 MP പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ഡെപ്ത് സെൻസറും പിന്നെ ഒരു 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഡിവൈസുകളിലേക്ക് അത്യാവശ്യം ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 1080p റെസൊല്യൂഷനാണ് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് സെൽഫി ക്യാമറയിലും 1080p റെസൊല്യൂഷൻ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ബേസിക്കായ ഒരു വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്തൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ സാമ്പിൾസ് ആണ്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ക്വാളിറ്റി ഉണ്ട് എന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അതേപോലെ തന്നെ 6300 Dimensity അത്യാവശ്യം നല്ലൊരു ISP ഒക്കെ ഉള്ള ഒരു ചിപ്പാണ്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ISP ഉള്ള ഒരു ചിപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ക്യാമറ സാമ്പിൾസും കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ക്യാമറ സാമ്പിൾസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തത് ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 watt ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. 6000 mAh ബാറ്ററി ഡെഫിനറ്റ്ലി ഒരു പവർ ബാങ്ക് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റിവേഴ്സ് വയേർഡ് ചാർജിങ് അവൈലബിൾ ആണ്. അപ്പോൾ വേറെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 6000 mAh HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഡെഫിനറ്റ്ലി 2 days നിങ്ങൾക്ക് കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലും സോർട്ടഡ് ആണ്. കാരണം നല്ലൊരു കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. എന്നാൽ ചാർജിങ് സ്പീഡ് അത്രയും ഫാസ്റ്റ് അല്ല. ഒബ്വിയസ്ലി ബഡ്ജറ്റ് ഡിവൈസിൽ നമുക്ക് ഭയങ്കര ഒരു ഹൈ സ്പീഡ് ചാർജിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതായിരുന്നു പോക്കോ C85 5Gൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഡിസൈൻ നല്ലതാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസും കുഴപ്പമില്ല, ക്യാമറ എക്സ്പീരിയൻസും നല്ലതാണ്, ഡീസെൻറ്റ് എക്സ്പീരിയൻസ് എന്ന് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നോട്ട് സോ ഗുഡ് ആസ്പെക്ട്സ് പറയുക നമുക്ക് ഇതിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. അതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നി. പിന്നെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ പറയുന്നത്. പിന്നെ Android 15 ആണ് വരുന്നത്, 16 വരുന്നില്ല.
അപ്പോൾ ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ എനിക്ക് തോന്നുന്നു 10 to 15,000 ഉള്ളിൽ അല്ലെങ്കിൽ ആ റേഞ്ചിലായിരിക്കും വരിക. അപ്പോൾ ആ റേഞ്ചിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു നല്ല 5G ചിപ്പായിട്ട് 5G പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പോക്കോ C85 കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.